ഓപ്പറേഷൻ നുംഖോറിൽ പിടിച്ചെടുത്ത വാഹനങ്ങളുടെ ഉടമകളെ നോട്ടീസ് നൽകി വിളിപ്പിക്കാൻ കസ്റ്റംസ് ആലോചിക്കുകയാണ്. നടന്മാരായ ദുൽഖറിനും അമിത് ചക്കാലക്കലിനും ഉടൻ തന്നെ സമൻസ് അയക്കും എന്നാണ് ഉദ്യോഗസ്ഥർ വിശദീകരിക്കുന്നത്. അമിത്തിന് ഇടനിലക്കാരുമായി ബന്ധമുണ്ടോ എന്ന കാര്യവും കസ്റ്റംസ് അന്വേഷിക്കുന്നുണ്ട്. അതേസമയം പിടിച്ചെടുത്ത വാഹനങ്ങളിൽ ഒന്ന് മാത്രമാണ് തന്റേത് എന്നതാണ് അമിത്തിന്റെ പ്രതികരണം. കസ്റ്റംസിന്റെ ഓപ്പറേഷൻ നുംഖൂറിൽ കുടുങ്ങിയ ദുൽഖർ സൽമാൻ, അമിത് ചക്കാലക്കൽ, മറ്റു വ്യവസായികൾ അടക്കമുള്ളവർക്ക് നോട്ടീസ് നൽകി വിളിച്ചു വരുത്തി ഈ വാഹനങ്ങളുടെ രേഖകൾ പരിശോധിക്കാനാണ് കസ്റ്റംസിന്റെ അടുത്ത നീക്കം. ഇടനിലക്കാരായിരുന്നു ഒരു വലിയ റാക്കറ്റായി പ്രവർത്തിച്ചത്. പക്ഷേ ഈ വാഹന ഉടമകൾക്ക് ഏതെങ്കിലും തരത്തിൽ ഈ റാക്കറ്റുമായി ബന്ധമുണ്ടോ എന്നതാണ് കസ്റ്റംസ് പ്രധാനമായും പരിശോധിക്കുന്നത്. നടൻ അമിത് ചക്കാലക്കന്റെ 8 വാഹനങ്ങൾ കസ്റ്റംസ് പിടിച്ചെടുത്തിട്ടുണ്ട്. ഇതിൽ ഏതെങ്കിലും തരത്തിൽ നേരിട്ട് പങ്കുണ്ടോ എന്നത് കസ്റ്റംസ് വിശദമായി പരിശോധിക്കും. എന്റെ ഒരു വാഹനമാണ് ഉണ്ടായിരുന്നത്, ബാക്കി നമ്മുടെ അടുത്ത് കെയർ ഓഫിൽ വർക്കിന് വന്നതാണ് ഒരു ഗറാജില്. അപ്പൊ അത് എന്റെ കെയർ ഓഫിൽ വന്നതാണ് അവിടെ വണ്ടികളെല്ലാം. അപ്പൊ ആ വാഹനങ്ങള് എഴുതിയപ്പോ കെയർ ഓഫ് അമിത് എന്ന് പറഞ്ഞാണ് അവിടെ വർക്ക്ഷോപ്പിൽ നിന്ന് ആള് പറഞ്ഞത്. ദുൽഖറിന്റെ വീട്ടിൽ നിന്ന് ഒരു വാഹനമാണ് കസ്റ്റംസ് നേരിട്ട് പിടിച്ചുകൊണ്ടുവന്നത്. മറ്റൊരു വാഹനം സേഫ് കസ്റ്റഡിയിലുമാണ്. ദുൽഖറിന്റെ സിനിമയിലടക്കം ഉപയോഗിച്ചിട്ടുള്ള നിസാൻ പെട്രോൾ Y60, ഒപ്പം തന്നെ Y61, ഈ 2 വാഹനങ്ങൾ എവിടെയെന്നൊരു പരിശോധന കസ്റ്റംസ് നടത്തുന്നുണ്ട്. പക്ഷേ അത് സിനിമയ്ക്കായി മാത്രം എത്തിച്ചതാണെന്നാണ് ദുൽഖറുമായി ബന്ധപ്പെട്ടവർ കസ്റ്റംസിനെ അറിയിച്ചിരിക്കുന്നത്. പൃഥ്വിരാജിന്റെ വീട്ടിൽ പരിശോധന നടത്തിയെങ്കിലും ഒരു വാഹനം കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ കൂടുതൽ പരിശോധനകൾ വരും ദിവസങ്ങളിൽ ഉണ്ടാകുമെന്നതുകൂടി കസ്റ്റംസ് അറിയിക്കുന്നുണ്ട്. കൊച്ചിയിൽ നിന്ന് ക്യാമറമാൻ ശരത് തമ്പാട്ടുകാവിനൊപ്പം റിയ, മാതൃഭൂമി ന്യൂസ്.